ചാരത്തും വഴിയോരങ്ങളിലും വഴിവീഥികളിലുമൊക്കെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യരായ എല്ലാ ശ്രോതാക്കളെയും ഭാരതമണ്ണിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് പ്രഭാതത്തിൽ വിശിഷ്ടാതിഥികളാൽ ആരംഭം കുറിച്ച ഈ മീറ്റിംഗ് ഈ മധ്യാഹ്ന സമയത്ത് ഈ അത്തിക്കയം ജംഗ്ഷനിൽ എത്തിച്ചേരുകയും സ്വാതന്ത്ര്യദിന സന്ദേശവും ബോധവൽക്കരണ സുവിശേഷ സന്ദേശങ്ങളുമൊക്കെ നിങ്ങളോട് അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രഭാഷകരും ഗായകരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മീറ്റിംഗിലേക്ക് ഈ ദേശനിവാസികളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീയൊരു യാത്രികൻ. സ്വർഗം അകതാരി കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീയൊരു യാത്രികൻ. സ്വർഗം അകതാരി കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീയൊരു യാത്രികൻ. സ്വർഗം അകതാരി കരുതിയിടണം. ആകർഷകമായ മുഖം കൊണ്ടു നടന്നാലും, ആരാധ്യനായി ലോകമറിഞ്ഞാലും, ആകർഷകമായ മുഖം കൊണ്ടു നടന്നാലും, ആരാധ്യനായി ലോകമറിഞ്ഞാലും, നിർഭയനായി ജീവിതം നയിച്ചാലും, നിർഭയനായി ജീവിതം നയിച്ചാലും, നിഷ്ഫലമേ ആത്മാവ് നശിക്കുകി, ആത്മാവ് നശിക്കുകി. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീയൊരു യാത്രികൻ. സ്വർഗം അകതാരി കരുതിയിടണം.
മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറുന്നു. മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറുന്നു. മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. ഈശ്വരനായി സർവ്വതും നൽകുവാൻ കഴിയാതെ, ഈശ്വരനായി സർവ്വതും നൽകുവാൻ കഴിയാതെ, ചെകുത്താനെ മനുഷ്യ നീ ഭരിക്കുവാൻ ക്ഷണിക്കുന്നു, ഭരിക്കുവാൻ ക്ഷണിക്കുന്നു. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും. ധരയിൽ നീയൊരു യാത്രികൻ, സ്വർഗം അകതാരി കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും. ധരയിൽ നീയൊരു യാത്രികൻ, സ്വർഗം അകതാരി കരുതിയിടണം. സ്വർഗം അകതാരി കരുതിയിടണം. സ്വർഗം അകതാരി കരുതിയിടണം. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തർക്കേ ഭുവതിൽ പാർക്കാം. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തർക്കേ ഭുവതിൽ പാർക്കാം. പാപം പെരുകിടുന്നേ, ശാപം പെരുകിടുന്നേ, ദൈവത്തെ മറന്നു ജനം ഓടിയിടുന്നേ. ദൈവത്തെ മറന്നു ജനം ഓടിയിടുന്നേ. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തർക്കേ ഭുവതിൽ പാർക്കാം. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തർക്കേ ഭുവതിൽ പാർക്കാം. പാപക്ഷമനർഹിയോനെ ഓർക്കുന്നുണ്ടോ നീ? പാപശാപരോഗദുഃഖം വേദനകളെല്ലാം നീക്കി പാപക്ഷമനർഹിയോനെ ഓർക്കുന്നുണ്ടോ നീ? ക്രൂശിൽ തൂങ്ങി രക്ഷ നൽകി നിത്യജീവൻ ദാനം ചെയ്ത് കർത്തനെ മറന്നിടല്ലേ ജീവിതപാതേ. ക്രൂശിൽ
പിടിച്ചു കൊള്ളണമേ. അഗ്നിപരിശോധനയിലും കർത്തൻ വരും ശക്തിയോടെ ഭക്തരുടെ നടുവിലവൻ നാലാമനായി. അഗ്നിപരിശോധനയിലും കർത്തൻ വരും ശക്തിയോടെ ഭക്തരുടെ നടുവിലവൻ നാലാമനായി. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തത്തെ ഭുവനിൽ പാർപ്പാൻ. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തത്തെ ഭുവനിൽ പാർപ്പാൻ. പാപം പെരുകിടുന്നേ, ശാപം പെരുകിടുന്നേ, ദൈവത്തെ മറന്നു ജനം ഓടിയിടുന്നേ. പാപം പെരുകിടുന്നേ, ശാപം പെരുകിടുന്നേ, ദൈവത്തെ മറന്നു ജനം ഓടിയിടുന്നേ. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തർക്കേ ഭുവനിൽ പാർപ്പാൻ. ലോകവേദം യോഗ്യമല്ലല്ലോ ഭക്തർക്കേ ഭുവനിൽ പാർപ്പാൻ. അനുഗ്രഹീതമായ ഈ മധ്യാഹ്ന സമയം ഇത്രത്തോളം നേരം അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ ദേശത്ത് എല്ലാവർക്കും സാധിച്ചല്ലോ. പിന്നെ അല്പസമയം നിങ്ങളുടെ ഹൃദയത്തിലെ മൗനാനുവാദത്തോടെ ഈ നാട്ടിലെ നിഷ്കളങ്കരും നേരുള്ളവരുമായ നല്ല മനുഷ്യരുടെ ശ്രദ്ധയെ ഈ ശ്രവണ മാധ്യമത്തിന്റെ പരിധിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അല്പനിമിഷം ഈ ലോകത്തെ കീഴ്മേൽ മറിച്ച സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മാനവരാശിയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ പൊരുള് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദേശം വരച്ചു കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആയതിലേക്ക് എൻ്റെ സഹയാത്രികൻ അനുഗ്രഹീതനായ പ്രഭാഷകൻ അജി ആന്റണി റാന്നി എന്നോടൊപ്പം ഉണ്ട്. വരുന്ന അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ അനുവാദത്തോടെ ചോദിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. ഈ ശബ്ദവാഹിനിയുടെ ശ്രവണപരിധിയിൽ അടുത്ത മകലങ്ങളിലും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ എല്ലാ ശ്രോതാക്കൾക്കും അത്യുന്നതാകമേ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ഞങ്ങളുടെ ഊഷ്മളമായ അഭിവാദനങ്ങൾ. ഒപ്പം ഹൃദയ ഭാഷയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിക്കുന്നു. നമ്മുടെ രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ സുദിനത്തിൽ റാന്നി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗിൽഗാൽ പ്രാർത്ഥനാ സംഗമം എന്ന ക്രിസ്തീയ സംഘടനയുടെ നേതൃത്വത്തിൽ നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്ക് എതിരെയുള്ള ബോധവൽക്കരണ സമാധാന സന്ദേശയാത്രയാണ് ഈ അത്തികയം ജംഗ്ഷന്റെ ഹൃദയഭാഗത്ത് എത്തി നിൽക്കുന്നത്. ഈ മനോഹരമായ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രഭാതത്തിൽ രാജ്യത്തോടുള്ള ആദരസൂചകമായി പതാക ഉയർത്തിക്കൊണ്ട് വിശിഷ്ടാതിഥികളുടെ മഹനീയ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടും ഈശ്വരാശ്രയ ബോധത്തോടും ആരംഭം കുറിച്ച ഈ സന്ദേശയാത്ര നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ തിന്മയ്ക്കും ലഹരിക്കും മറ്റ് സാമൂഹിക വിപത്തുകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശം വിളംബരം ചെയ്തനന്തരം ഈ മനോഹരമായ സുദിനത്തിൻ്റെ ഏതാണ്ട് മധ്യാഹ്ന സമയത്ത് പ്രബുദ്ധരായ സ്നേഹസമ്പന്നരായ അത്തിക്ക നിവാസികളെ ഈ സ്വാതന്ത്ര്യദിന സ്നേഹ സന്ദേശവുമായി അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരും ധന്യരുമാണ്. ഈ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിമധുരമായ ഗാനങ്ങളും ഇവിടെ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത സന്ദേശവും നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി, നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കണ്ടെത്തലായി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പരിണമിക്കുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കേറിയ മണിക്കൂറുകളുടെ അല്പ മിനിറ്റുകൾ ഈ പ്രോഗ്രാമിൻ്റെ കേൾവിയിലേക്ക് നിങ്ങളുടെ അനുവാദത്തോടെ ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അല്ല ഈ സുദിനത്തിൻ്റെ സവിശേഷത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 7 ദശാബ്ദങ്ങൾക്ക് പുറകിൽ, 7 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മുടെ രാജ്യത്തിന് ലഭ്യമായ ആ ദിവ്യ സ്വാതന്ത്ര്യത്തെ വിവിധ നിലകളിൽ ഭാരതീയര് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു സുദിനമാണ് ഓഗസ്റ്റ് 15. ഐശ്വര്യത്തിന്റെ പ്രതീകമായ ത്രിവർണ്ണ പതാക പാറിപ്പറപ്പിച്ചും പാൽപായസം വെച്ചു വിളമ്പിയും പൂക്കളങ്ങൾ ഒരുക്കിയും മറ്റ് നിരവധിയായിട്ടുള്ള സമ്മേളനങ്ങളൊക്കെ നടത്തിയും ഭാരതീയരാകുന്ന നാം വിവിധ നിലകളിൽ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സഹൃദയരെ സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? എന്താണ് സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ പറയുവാൻ ഒരുപാട് മറുപടികൾ പ്രബുദ്ധരായ കേൾവിക്കാർക്കുണ്ടെന്ന് എനിക്കറിയാം. നമുക്കറിയാം, നിശ്ചയമായും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ 6 ദശാബ്ദങ്ങൾ ചരിത്രത്തിന്റെ മറവിലേക്ക് പിൻവലിയപ്പെട്ടു കഴിഞ്ഞു. എന്തിനാ നാം ഇവിടെ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു? 1947 ഓഗസ്റ്റ് 15 ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിനായി ആയിരങ്ങളുടെ നിണമൊഴുക്കിയ ഭാരത മണ്ണിൽ ഇതാ ഒരു അർദ്ധരാത്രി. ആ രാത്രിയുടെ മറവിൽ നിന്നും നമ്മുടെ ഭാരതം പിടഞ്ഞെഴുന്നേൽക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്ക്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം അവരുടെ കിരീടവും ചെങ്കോലും ഇന്ത്യൻ മണ്ണിൽ ഉപേക്ഷിച്ച് മറ്റൊരു ചരിത്രത്തിലേക്ക് ചേക്കേറുമ്പോൾ വിതുമ്പുന്ന ഓർമ്മകളും ദീപ്തമായ ചരിത്രത്തിന്റെ ഏടുകളും ഭാരതീയ ജനഹൃദയങ്ങളിൽ നിറയുന്നുണ്ടായിരുന്നു. ആ നിറയുന്ന വർണ്ണങ്ങളാൽ അങ്ങകലെയുള്ള ഡൽഹിയുടെ വിരിമാറിൽ ചരിത്രം രചിച്ചുകൊണ്ട് അന്നെല്ലാ ഭാരതീയന്റെയും കണ്ഠം ഒരു ഈരടി ഏറ്റുപാടി. അതിങ്ങനെയാണ് വന്ദേ മാതരം. അങ്ങനെ ഭാരതപുത്രന്മാരുടെ സിരകളിലൂടെ ഒഴുകി ചുടുനിലത്തിലിടിഞ്ഞ നാനാർത്ഥത്തിന്റെ ഏകത്വം രവീന്ദ്രനാഥ് ടാഗോറിന്റെ തൂലികയിൽ നിന്ന് മടർന്ന് അത് ജനഗണമനയതിൽ മുങ്ങി നിറഞ്ഞു. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ ജനതയിലെത്തി. വിന്ധ്യ, ഹിമാചല, യമുനയും ഗംഗയും അന്ന് ഈ ഭാരതത്തിന്റെ സെരകളിലൂടെ ഒഴുകുന്ന അമൃതായിരുന്നു. എന്തിനേറെ, അങ്ങനെ അന്യരാജ്യങ്ങൾ ചവച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കിക്കൊണ്ട് ചരിത്രത്തിന്റെ ചവിട്ടുകൊറ്റയ്ക്ക് അപ്പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെച്ചു. ഭാരതമെന്ന കൂറ്റൻ രാജ്യത്തിന്റെ ഭരണചക്രം ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മഹാരഥന്മാരുടെ ബുദ്ധിമൂശയിൽ കറങ്ങി തുടങ്ങി. ദീർഘദർശനികളും ക്രാന്തദർശനികളുമായ കരുത്തരായ ഭരണതന്ത്രജ്ഞരാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം ഉരുണ്ടു തുടങ്ങി. ഉയർന്നു പൊങ്ങിയ പ്രതിസന്ധികളുടെ വേലിത്തലുകളെ കീറിത്തകർത്ത് ചടുലമായി മുന്നേറിയ നമ്മുടെ ഭാരതം ഒരു കൂറ്റൻ പായ്ക്കപ്പൽ കണക്കെ ഈ ലോക ചരിത്രമാകുന്ന സാഗരത്തിലൂടെ കുതിച്ചു പാഞ്ഞു. വിട്ടില്ല ഭാരതീയരെ, വിട്ടില്ല പ്രബുദ്ധരായ ജനസമൂഹമേ. ഒരു നീരാളിയെ പോലെ അതിന്റെ കരങ്ങൾ വീശി കടന്നു വിഴുങ്ങുന്നു മതഭ്രാന്തും രാജ്യത്തെ വർഗീയ കലാപങ്ങളും. ചരിത്രം ചിന്തിക്കുന്നവർക്കറിയാം, അക്കാലഘട്ടങ്ങളിൽ കൽക്കട്ടയിലും അറബി പ്രദേശങ്ങളിലും ഹിന്ദു മുസ്ലിം ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഒടുക്കം സദനത്തിന്റെ മുഖമുദ്രയായ ഇന്ത്യയുടെ കാവൽ മാലാഖി എന്ന് വിശേഷിപ്പിക്കുന്ന ഗാന്ധിജി അരമുറുക്കി അഹിംസാ സമരത്തിന് രംഗത്ത് വരുന്നു. മതത്തിന്റെ പേരിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ വിരിമാർവിൽ മതവെറിയന്മാർ താണ്ഡവ നൃത്തം ചവിട്ടി. മതങ്ങൾക്ക് വേണ്ടി അംഗം പൊരുതി മരിക്കുവാൻ മടിയില്ലാത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ചുവടുവെച്ച് മുൻപോട്ട് വന്നു. ഒടുക്കം മതമെറി വരത്തുന്ന പഠിപ്പിക്കലും മനുഷ്യവികാരത്തെ വ്രണപ്പെടുത്തുന്ന പരിശീലനത്തിന്റെ മുറയും ഈ സ്വതന്ത്ര രാജ്യത്ത് വ്യാപകമായപ്പോൾ സമാധാനത്തിന്റെ കാവൽ മാലാഖി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപിതാവിന്റെ മാർവിടം നാദൂറാം ഗോഡ്സെ എന്ന മനുഷ്യന്റെ വെടിയുണ്ട തുരന്നെടുത്തില്ലേ? ഭാവന കണ്ട രാജ്യത്തിന്റെ കുതിപ്പ് കാണുവാൻ കഴിയാത്ത മഹാത്മജി കാലേ വരികൾക്കപ്പുറം തിരോധാനം ചെയ്തു. സ്വതന്ത്ര ഭാരതം ബംഗ്ലാദേശിലൂടെയും സമീപദേശമായ പാകിസ്ഥാനിലൂടെയും നിരന്തരം ആക്രമിക്കപ്പെട്ടു. മഹാനായ അംബേദ്കർ വിഭാവന ചെയ്ത മതേതര ഭാരതം നിരന്തരം ഇവിടെ ആക്രമിക്കപ്പെടുന്നു.
ഇവിടുത്തെ ജാതികോമരങ്ങളുടെ നെറികെട്ട ഉറഞ്ഞു തുള്ളലിൽ മനം വെടുത്തി അദ്ദേഹം ഒടുക്കം ലക്ഷക്കണക്കിന് ആളുകളുമായി ബുദ്ധമതം പുൽകി. കരുത്തന്മാർ ഈ മണ്ണിൽ കാവലുണ്ടായിട്ടും കാര്യങ്ങൾ പിടിച്ചമർത്തപ്പെടാതെ സ്വതന്ത്ര രാജ്യത്ത് കുതിച്ചു പായുന്നു. ഇന്ത്യയുടെ ഉരുക്കുമണതി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി സ്വന്തം കാവൽ ഭടന്മാരുടെ യന്ത്രത്തോക്കുകൾക്കിരയായി പിടഞ്ഞു മരിക്കുമ്പോൾ അവരുടെ ഓമന മകൻ ഇന്ത്യയുടെ വീരപുത്രൻ നമ്മുടെ സ്വന്തം രാജീവ് അങ്ങ് ദൂരെ പെരുമ്പുത്തൂരിൽ മാംസകഷണങ്ങളായി ചിതർത്തിരിക്കുന്നു. ചരിത്രം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം? ആരാണ് ഈ മണ്ണിൽ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത്, അയവിറക്കുന്നത്? നമുക്കറിയാം, അജ്ഞതയുടെ ഇരുട്ടുമൂടിയ ഭാരതത്തിന്റെ ചരിത്രത്തെ വിദ്യാഭ്യാസം എന്ന കൈത്തിരി തെളിയിച്ച് വെളിച്ചത്തിലേക്ക് കരം പിടിച്ചു നയിച്ച ക്രൈസ്തവ മിഷണറിമാർ, അതും പരിവർത്തനമെന്ന മൂർച്ചയില്ലാത്ത പഴയ ആയുധമാക്കിക്കൊണ്ട് അവരും ഈ മണ്ണിൽ വ്യാപകമായി വേട്ടയാടപ്പെടുകയാണ്. 6 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നമുക്ക് ലഭ്യമായ ദിവ്യ സ്വാതന്ത്ര്യത്തെ പല നിലകളിൽ നാം ഇവിടെ ആസ്വദിക്കുമ്പോൾ, അയവിറക്കുമ്പോൾ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അകാരണമായി വേട്ടയാടപ്പെടുന്ന മിഷണറിമാരുടെ ചോര വീണ മണ്ണിന് കടുംചുവപ്പ് നിറമായി കൊണ്ടിരിക്കുന്നു. ഇതിന്റെ നടുവിലും ന്യായീകരണമായി അരമുറുക്കി ഒരുപിടി രാഷ്ട്രീയ പ്രമുഖർ മുൻപോട്ട് വരുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, 6 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മുടെ നേതാക്കന്മാരിലൂടെ, നമ്മുടെ സമരനായകന്മാരിലൂടെ നമുക്ക് ലഭ്യമായ ദിവ്യമാകുന്ന സ്വാതന്ത്ര്യത്തെ നാം ഈ മണ്ണിൽ ആസ്വദിക്കുമ്പോൾ, അയവിറക്കുമ്പോൾ, നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു? സ്വാതന്ത്ര്യം എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം എത്രത്തോളം പ്രസ്താവ്യമാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയ, നാം പുനർവിചിന്തനം ചെയ്യേണ്ടിയ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് തെരുവുകളിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ പവിത്ര വാക്യസംഹിത വിശേഷിപ്പിക്കാമെന്ന വേദപുസ്തകത്തിന്റെ പ്രസക്തി. ഞങ്ങളുടെ പ്രഭാഷണത്തിനും ഞങ്ങളുടെ വിശ്വാസത്തിനും സർവോപരി ഞങ്ങളുടെ പ്രത്യാശയ്ക്കും ആധാരമായ പവിത്ര വാക്യസംഹിത വിശേഷിപ്പിക്കാമെന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ തങ്കത്താളുകളിൽ ഏറെ അലങ്കനീയമായ 2 വേദസൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രർ. പുത്രൻ എന്ന പദത്തിന്റെ ഭാഗത്ത് ചേർക്കാം, യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രർ. 2, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. മറ്റൊരു വേദസൂക്തം കൂടിയുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സന്ദേശയാത്ര അടുത്ത ജംഗ്ഷനിലേക്ക് പുറപ്പെടേണ്ടത് ആവശ്യമായതുകൊണ്ട് വാക്കുകൾ പരിമിതപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, 6 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മുടെ സമരനായകന്മാരിലൂടെ, നമ്മുടെ സമരവീരന്മാരിലൂടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാകുന്ന ബ്രിട്ടീഷിനോട് പോരാടി അവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആയിരുന്നെങ്കിൽ 2022 വർഷങ്ങൾക്ക് പുറകിൽ കാൽവറിയിലെ മലയിലെ ക്രിസ്തുദേവന്റെ ദിവ്യബലിയിലൂടെ അവൻ മുഴുവനാവരാശിക്ക് വിഭാവന ചെയ്ത സ്വാതന്ത്ര്യം കേവലം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, അത് പാപത്തിന്റെ അധിനിവേശത്തിൽ നിന്നുള്ള, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം നാം ഇവിടെ പല നിലകളിൽ ആസ്വദിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ദേശം യഥാർത്ഥമായി സ്വാതന്ത്ര്യത്തിന്റെ നേർരേഖയിലാണോ സഞ്ചരിക്കുന്നത്? സ്വതന്ത്ര ഭാരതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അല്ല സ്വതന്ത്ര ഭാരതത്തിലെ ഈശ്വരന്റെ നാടെന്ന് വിശേഷിപ്പിക്കാമെന്ന് കൊച്ചു കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ വിപത്തുകൾ, സാമൂഹിക തിന്മകൾ 1, 2, 3, 4 എന്ന ക്രമത്തിൽ പറയാൻ തുടങ്ങിയാൽ എന്റെ പ്രഭാഷണം എനിക്ക് അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്വതന്ത്ര രാജ്യത്തെ, സ്വതന്ത്ര ഭാരതത്തിലെ ദൈവത്തിന്റെ നാടായ കൊച്ചു കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതൊരു സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന
മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശ യാത്ര കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ മാരകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന പ്രഥമ ദുരന്തം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങളുമാണ്. നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യത്വ ബോധമില്ലാത്ത കൊലപാതകങ്ങളും അക്രമങ്ങളും അതുപോലെ പീഡനങ്ങളുടെ പരമ്പരകളുമാണ്. നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ദുരന്തം എന്ന് പറയുന്നത് കൂട്ടയാത്മഹത്യകളും കുടുംബ തകർച്ചകളുമാണ്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് പഠിപ്പിച്ച മഹാഗുരു ജനിച്ച നാടല്ലേ നമ്മുടെ നാട്. സാധാരണ ജനവിഭാഗത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി നിരവധി സന്ധിയില്ലാ സമരങ്ങൾ നടത്തിയ സമരനായകന്മാർ, ആധ്യാത്മിക നേതാക്കന്മാർ ജനിച്ച നാടല്ലേ നമ്മുടെ നാട്. ആധ്യാത്മിക സമ്മേളനങ്ങളും ആധ്യാത്മിക നേതാക്കന്മാരും അരങ്ങുവാഴുന്ന നാടല്ലേ നമ്മുടെ നാട്. എന്തുകൊണ്ട് നാം പാർക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ തുടരുന്നു? ആരാണ് ഈ അനിശ്ചിതത്വത്തിന്റെ പിന്നിലെ ഉത്തരവാദി? ഞാൻ വിശദീകരിക്കുന്നില്ല. തലപൊക്കി നോക്കാമെങ്കിൽ സ്വതന്ത്ര രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ മദ്യവും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ കുത്തൊഴുക്കും ഉഴ പോലെ കുതിച്ചൊഴുകുന്ന ഭയാനകരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു 25 വർഷം പുറകോട്ട് നമ്മൾ പരിശോധിച്ചാൽ 25-30 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ നാട്ടിലൊന്നും 25 വയസ്സ് പൂർത്തിയാകാത്തവർ മദ്യപിക്കുകയില്ലായിരുന്നു. അക്കാലഘട്ടങ്ങളിൽ ഒരു 20-കാരനോ 22-കാരനോ മദ്യപിക്കണമെങ്കിൽ ഏതെങ്കിലും വനത്തിലോ ആളുകളില്ലാത്ത വിജനമായ സ്ഥലത്തോ മാറിയിരുന്ന് മദ്യം കഴിക്കും. അക്കാലഘട്ടങ്ങളിൽ 25 വയസ്സ് പൂർത്തിയാകാത്തയാൾ മദ്യപിക്കുക എന്നത് അവർക്ക് ഭയമായിരുന്നു. എന്നാൽ നാം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം കൊണ്ടാടുമ്പോൾ നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കണക്കുകൾ മാറിയിരിക്കുകയാണ്. 25 20-ആയോ? അല്ല. 20 15-ആയോ? അതുമല്ല. 15 10-ആയി, 10 9-ആയി, 9 8-ആയി, 8 7-ആയി, 7 6 വരെ എത്തി നിൽക്കുന്നു. ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറന്നു വീഴുന്ന നവജാത ശിശുവിന്റെ വായിലേക്ക് മദ്യലഹരി പദാർത്ഥങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടുകയാണ്. സ്വതന്ത്ര ഭാരതത്തെയും ദൈവത്തിന്റെ നാടായ കേരളത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രഥമ ദുരന്തം എന്ന് പറയുന്നത് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗവുമാണ്. സഹൃദയരെ, മദ്യമാരെയും നല്ലവരാക്കിയിട്ടില്ല, മദ്യമാരെയും നിഷ്കളങ്കരാക്കിയിട്ടില്ല, മദ്യമാരെയും സമൂഹത്തിൽ പ്രയോജനമുള്ളവരാക്കിയിട്ടില്ല. ഇന്നിന്റെ മനുഷ്യനെ സാംസ്കാരികമായും സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ആരോഗ്യപരമായും അധപ്പതനത്തിന്റെ താഴെ തട്ടിലെത്തിക്കുന്ന കൊടിയ ദുരന്തമാണ് മദ്യലഹരി പദാർത്ഥങ്ങളെന്ന് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. മദ്യത്തെ കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധേയമാണ്. ലോകപ്രസിദ്ധ ചിന്തകനായ അർണോൾഡ് ടോയൻബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഭൂമുഖ തുതിച്ചുയർന്ന 21 നാഗരികതകളിൽ 19 എണ്ണത്തെ തവിടുപൊടിയാക്കിയതിന്റെ പിന്നിൽ തല ഉയർത്തി നിൽക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് മദ്യം. നമ്മുടെ ഗവൺമെന്റിന്റെ വരുമാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മദ്യം. മദ്യം നിമിത്തം ഉടഞ്ഞുപോയ എത്രയോ പ്രസ്ഥാനങ്ങൾ, മദ്യം നിമിത്തം തകർന്നു പോയ എത്രയോ കുടുംബ ബന്ധങ്ങൾ, മദ്യം നിമിത്തം ധരിപ്പണമായി പോയ എത്രയോ യൗവനങ്ങൾ, മദ്യം നിമിത്തം തകർന്നടിഞ്ഞ എത്രയോ സ്ഥാപനങ്ങൾ. മദ്യമാരെയും നല്ലവരാക്കിയിട്ടില്ല, ലഹരി പദാർത്ഥങ്ങൾ ആരെയും നല്ലവരാക്കിയിട്ടില്ല. പ്രസിദ്ധരായ ചിന്തകർ മദ്യത്തെ കുറിച്ച് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ചരിത്രത്താൽ ഇന്നും ഒരു വിളക്ക് പോലെ കത്തി നിൽപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് അഹോരാത്രം സന്ധിയില്ലാ സമരം നടത്തിയ ഇന്ത്യയുടെ കാവൽമാലാക ഗാന്ധിജി എന്താണ് മദ്യത്തെ നോക്കി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ സ്വതന്ത്ര രാജ്യത്തെ ഭരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് മദ്യലഹരി പദാർത്ഥങ്ങളുടെ ഉറവകൾ എന്നേക്കുമായി അടച്ചുപൂട്ടും. ചിന്തകനായ ഷേക്സ്പിയർ എന്താണ് പറഞ്ഞത്? ഹേ മദ്യമേ, ഞാൻ നിനക്കൊരു പേരിടാം. എന്താണ് നിന്റെ പേര്? സമൂഹത്തെ തകർക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, പ്രസ്ഥാനങ്ങളെ ഉടച്ചു കളയുന്ന ചെകുത്താൻ എന്നാണ് നിന്റെ പേര്. ആദരണീയനായ ഗുരുദേവൻ ശ്രീ നാരായണ ഗുരുദേവൻ എന്താണ് മദ്യത്തെ നോക്കി പറഞ്ഞത്?
അതും ചരിത്രത്താളിൽ ഒരു വിളക്ക് പോലെ കത്തി നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ലോകവ്യാപകമായി ചിതറിപ്പാർക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കളും അവർക്കും പരിചയമാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, മറ്റൊരാൾക്കും കൊടുത്തിടരുത്. അങ്ങനെ മനോഹരമായ ഒരു പാട്ട് പോലുമുണ്ട്. മദ്യം വിഷമാണ് സ്നേഹിത, അതുണ്ടാക്കുക പോലും അരുത്, അത് മറ്റൊരാൾക്കും കൊടുത്തിടരുത്. ഞങ്ങളുടെ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ പ്രഭാഷണത്തിനും വിശ്വാസത്തിനും ആധാരമായ പവിത്ര വാക്യസംഗതിയാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ തങ്കത്താളി രക്ഷകനാകുന്ന ക്രിസ്തുദേവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. എങ്ങനെ നോക്കിയാലും എങ്ങനെ ചിന്തിച്ചാലും ഇന്നെന്റെ മനുഷ്യനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ആത്മീകമായും ശാരീരികമായും അധഃപതനത്തിന്റെ തകർച്ചയുടെ ഭീകരമായ താഴെത്തട്ടിലെത്തിക്കുന്ന കൊടിയ ദുരന്തമാണ് മദ്യലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് ഈ ശബ്ദവാഹിനിയുടെ ശ്രവണവീതിയിൽ അറിഞ്ഞും അറിയാതെയും അല്പസുഖത്തിന് അല്പസന്തോഷത്തിന് മദ്യലഹരി പദാർത്ഥങ്ങൾ സേവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പ് എന്ന നിലയിൽ, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്കും നിങ്ങളെ ബുദ്ധി ഉപദേശിപ്പിക്കുവാനുള്ളത്, ഇന്ന് താങ്കളെ ത്രസിപ്പിക്കുന്ന മദ്യലഹരി പദാർത്ഥങ്ങൾ, ഇന്ന് താങ്കളെ ആനന്ദിപ്പിക്കുന്ന മദ്യലഹരി പദാർത്ഥങ്ങൾ, ഇന്ന് താങ്കളെ മതിച്ചു പുതപ്പിക്കുന്ന മദ്യലഹരി പദാർത്ഥങ്ങൾ, ഇന്ന് ആരോഗ്യത്തോടെ ആർജവത്തോടെ പലതും ചെയ്യുവാൻ താങ്കളുടെ അകത്ത് കരുത്ത് പകരുന്ന മദ്യലഹരി പദാർത്ഥങ്ങൾ, നാളുകളുടെ സുപ്രഭാതങ്ങളിൽ ഒരു മാറാരോഗത്തിന്റെ ഫലം പിരിച്ച് ഒരു വിഷപ്പാമ്പ് കണക്കെ താങ്കളെ കൊത്തിമലർത്തും മുമ്പ് മദ്യലഹരി പദാർത്ഥങ്ങളോട് വിട പറഞ്ഞ് സമൂഹത്തിൽ നല്ല മനുഷ്യരാകുവാൻ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിക്കുന്ന പ്രഥമ ദുരന്തം എന്ന് പറയുന്നത് മദ്യലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗമാണെങ്കിൽ നമ്മുടെ സമൂഹത്തെ തകർക്കുന്ന അടുത്ത ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യത്വ ബോധമില്ലാത്ത കൊലപാതകങ്ങളും പീഡനങ്ങളുടെ പരമ്പരകളുമാണ്. കഴിഞ്ഞ കവലയിൽ എന്റെ സ്നേഹിതർ ഓർപ്പിച്ചതുപോലെ പ്രഭാതത്തിൽ മുറ്റത്തു വീടുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ വാർത്ത പരതിയാൽ അക്രമങ്ങളുടെയും കൊലപാതക പരമ്പരകളുടെയും പീഡന പരമ്പരകളുടെയും വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു തുളുമ്പുകയാ. കരുത്തന്മാരിവിടെ കാവലുണ്ട് സഹൃദയരെ, കാര്യങ്ങൾ പിടിച്ചമർത്തപ്പെടാതെ കുതിച്ചു പായുകയാണ്. നമ്മുടെ നാട്ടിൽ ഓരോ കുറ്റകൃത്യങ്ങൾ അരങ്ങ് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള ശിക്ഷാ നടപടികൾ നിയമപാലകർ വേണ്ടപ്പെട്ടവർ എഴുതി പാസാക്കും. എന്താണ് പ്രയോജനം? എഴുതി പാസാക്കിയ ശിക്ഷാ നടപടിയെ അടുത്ത സുപ്രഭാതത്തിൽ ഒരു പേപ്പർ കീറുന്ന പോലെ കീറി കാറ്റിൽ പറത്തി മനസ്സുള്ള മനുഷ്യന്റെ മനസാക്ഷിയെ ഞടുക്കുന്ന അടുത്ത അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതക പരമ്പരകളും അരങ്ങ് തകർക്കുക. അന്തമില്ലാതെ തുടരുകയാണ്, മാറ്റമുണ്ടാകുന്നില്ല. മറ്റൊരു ദുരന്തമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഊട്ടയാത്മഹത്യകളാണ്. സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് ദൈവത്തിന്റെ നാടെന്ന വിശേഷണം ലഭിച്ച കൊച്ചു കേരളം ആത്മഹത്യയിൽ ഏതാണ്ട് 30% മുൻപിലാണെന്നാണ് ഒരു രഹസ്യ ഏജൻസിയുടെ സ്ഥിതി വിവരക്കണക്ക്. ചില വർഷങ്ങൾക്ക് പുറകിൽ നിയമസഭാ സമ്മേളനത്തിന് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്ന ആത്മഹത്യയുടെ കണക്ക് അദ്ദേഹം രേഖപ്പെടുത്തി. അന്ന് ഇവിടുത്തെ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത യാഥാർത്ഥ്യമാണ്. പ്രതിമാസം എത്ര ഇളമാണ് കെട്ടിഞ്ഞാന്ന് വിഷം കഴിച്ച് വെള്ളത്തിൽ ചാടി റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കുന്നത് അന്തമില്ലാതെ തുടരുക. സുഹൃത്തുക്കളെ, 7 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ഭാരത മക്കളായ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തെ നാം ഇവിടെ പൂക്കളങ്ങൾ ഒരുക്കിയും പായസം വെച്ചു വിളമ്പിയും പതാക പറപ്പിച്ചും ജാഥ നടത്തിയുമൊക്കെ ആസ്വദിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ഈ ദുരന്തങ്ങൾ നിർത്തിവെച്ച് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ നേർരേഖയിലാണോ? ഒരു വശത്ത് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങൾ പെരുകുന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, യൗവനക്കാർ വഴിവിട്ടുപോകുന്നു, അക്രമ സംഭവങ്ങൾ പെരുകുന്നു. മറ്റൊരു ഭാഗത്ത് കൂട്ടയാത്മഹത്യകൾ, കുടുംബ തകർച്ചകൾ പെരുകുന്നു. മറ്റൊരു ഭാഗത്ത് മനുഷ്യത്വ ബോധമില്ലാത്ത അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതക പരമ്പരകളും പെരുകുന്നു. എന്താണ് ഈ അനിശ്ചിതത്വത്തിന്റെ പിന്നിലെ കാരണം? നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ അല്ല, ലോകത്തെ മുഴുവൻ പിടിച്ചു കൊടുക്കുന്ന ഈ അനിശ്ചിതത്വങ്ങളുടെ, ഈ മൂല്യച്യുതിയുടെ, ഈ ദുരന്തങ്ങളുടെ അടിവേര് മാന്തിയോടിയാൽ ഉത്തരം കിട്ടും. ആരാണ് ഈ തിന്മയുടെ പിന്നിലെ കാരണക്കാരൻ? ഈ ദുരന്തങ്ങളുടെ പിന്നിലെ കാരണക്കാരൻ ആരാണ്? ഈ അനിശ്ചിതത്വങ്ങളുടെ പിന്നിലെ കാരണക്കാരൻ ആരാണ്? ആ കാരണക്കാരനെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആ കാരണത്തിൽ നിന്നുമുള്ള
പരിഹാരമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അനിശ്ചിതത്വങ്ങളുടെ തായ്വേര് തോണ്ടി ഓടിയാൽ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മയുടെ പിമ്പിലെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടുത്തെ മതങ്ങളല്ല, മത നേതാക്കന്മാരല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ല, അമ്പലങ്ങളോ പള്ളികളോ പാസ്റ്റർമാരോ പാതിരിമാരോ പൂജാരിമാരോ അല്ല. നാം പാർക്കുന്ന സമൂഹത്തെ 1, 2, 3, 4 എന്ന ക്രമത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതികളുടെ സാമൂഹിക വിപത്തുകളുടെ അടിവേര് മാന്തിയോടിയാൽ വിശുദ്ധ വേദപുസ്തകം ഉത്തരം പറയും. പാപമാണ് ഇതിന്റെ പിമ്പിലെ കാരണം, പാപമാണ് ഇതിന്റെ പിമ്പിലെ കാരണം. സകല മൂല്യച്യുതിയുടെയും സകല അധംപതനത്തിന്റെയും സകല തരം താഴ്ചയുടെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം പാപമാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അങ്ങ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. മാനത്തോളം ഉയർന്ന മനുഷ്യനെ വിവേകം നഷ്ടപ്പെടുത്തി ഒരു മൃഗത്തെക്കാൾ അധപ്പതിച്ച സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക്, നിലവാരത്തിലേക്ക് അവനെ തള്ളിക്കൊണ്ടുപോകുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത് അവനറിയാതെ ജന്മന കർമ്മന വാഗ്മന കായങ്ങളാൽ അവളിൽ വാഴുന്ന പാപമാണ്. ഞങ്ങളെ കേൾക്കുന്ന സഹൃദയരെ, തിന്മയിലേക്ക്, തിന്മയുടെ ഇച്ഛാശക്തിയിലേക്ക്, തിന്മയുടെ വല്ലായ്മയിലേക്ക് മനുഷ്യനെ തള്ളിക്കൊണ്ടുപോകുന്ന പ്രേരക ഘടകം എന്ന് പറയുന്നത് അവളിൽ വാഴുന്ന പാപമാണെങ്കിൽ നമ്മുടെ സമൂഹം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടിയത് ശരിക്കും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നല്ലേ? ഇവിടെ വർദ്ധിച്ചു വരുന്ന സകല തിന്മയുടെയും പിന്നിലെ രൂഢമൂലമായ കാരണം പാപമാണെങ്കിൽ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഇടവഴികളിലെ യൗവനക്കാർക്ക്, നമ്മുടെ പെരുവഴികളിലെ യൗവനക്കാർക്ക്, നമ്മുടെ ചുറ്റുപാടിന് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടിയത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നല്ലേ? പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നല്ലേ? അങ്ങനെയെങ്കിൽ മനുഷ്യനിൽ വാഴുന്ന പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും, പാപത്തിന്റെ വല്ലാത്ത കടന്നുകയറ്റത്തിൽ നിന്നും അവന് ദിവ്യമാകുന്ന സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ആർക്ക് കഴിയും? അതിന് കരുത്തുള്ള ഒരേ ഒരു വ്യക്തിപ്രഭാവത്തെ എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളൂ. ആ വ്യക്തിപ്രഭാവമാണ് എന്റെ സന്ദേശത്തിന്റെ ഉൾക്കാമ്പ്, ആ വ്യക്തിപ്രഭാവമാണ് എന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയം, ആ വ്യക്തിപ്രഭാവമാണ് ഞങ്ങളുടെ രക്തവും രസവും മേധസ്സും, ആ വ്യക്തിപ്രഭാവമാണ് ഞങ്ങളുടെ ജീവന്റെ ആധാരം, ആ വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ള വിശേഷ വ്യക്തി. ആ വ്യക്തിപ്രഭാവം മറ്റാരുമല്ല, ഈ നട്ടുച്ച നേരത്ത് ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ അഭിമാനത്തോടെ ഞങ്ങൾ ആ വ്യക്തിപ്രഭാവത്തെ ഉയർത്തി കാണിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ആ വ്യക്തിപ്രഭാവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് ജനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവതരിച്ചു എന്ന പദമാണ് എനിക്കിഷ്ടം. കാരണം ജനിച്ച ശേഷം ഉണ്ടായവനല്ല ക്രിസ്തു, ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാ. അപ്പൊ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് എന്തിനാണ്? ക്രിസ്തുദേവന്റെ ജഡാവതാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങൾക്കെതിരെ വാദമുഖങ്ങളും തർക്കസംഗതികളും പ്രശ്ന പരമ്പരകളും ലോകവ്യാപകമായി തലപൊക്കി നിൽക്കുമ്പോൾ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്തിന് ഈ ലോകത്തിൽ അവതരിച്ചു? പറയാ, ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് മതസ്ഥാപനങ്ങൾക്കല്ല. ക്രിസ്തു മതം എന്നൊരു മതമില്ല. ഇവിടെ പാർസി മതമുണ്ട്, ബുദ്ധമതമുണ്ട്, സിഖ് മതമുണ്ട്, ജൈന മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, മുസ്ലിം മതമുണ്ട്. മതങ്ങളുടെ പട്ടികൾ നിരത്താൻ കഴിയും. പക്ഷേ ക്രിസ്തു മതം എന്നൊരു മതമില്ല. ഇതിനെ മതമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതവരുടെ അറിവുകേടാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയത്തുള്ളൂ. ക്രിസ്തു ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, അവൻ ലോകത്തിൽ വന്നത് മാർഗത്തെ കാട്ടിക്കൊടുക്കാനാ. ക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ വിശുദ്ധ ബൈബിൾ. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മതസ്ഥാപനങ്ങൾക്കല്ല, രാഷ്ട്ര സ്ഥാപനങ്ങൾക്കല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണങ്ങൾക്കല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിപ്ലവകരമായ ഒരു 3ാം മുന്നണിക്ക് തുടക്കം കുറിക്കാനല്ല ക്രിസ്തു ലോകത്തിൽ വന്നത്. ക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ പ്രപഞ്ചത്തിൽ അവതരിച്ച അവതാരമുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും മനുഷ്യന് മോചനം കൊടുക്കുവാൻ കരുത്തുള്ള ഒരു നേതാവേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എന്റെ വാക്കുകൾ ഞാൻ പരിമിതപ്പെടുത്തുമ്പോൾ
വാത്സല്യമിത്രമേ, പാപം വിധിച്ച ദുരന്തത്തിൽ താങ്കൾ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവനായി പിടയുന്ന വ്യക്തിയാണോ? പാപം വിധിച്ച സകല ദുരന്തവും പേറി നരകതുല്യമായ ജീവിതം നയിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണോ? സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബ ബന്ധം ഒളിഞ്ഞിരിക്കുന്നു, മദ്യാസക്തിക്കും ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങൾക്കും അടിമയാണോ? താങ്കളുടെ സകല പാപപ്രവണതകളെയും താങ്കളിൽ നിന്നും അഴിച്ചു മാറ്റി ഒരു ദിവ്യ സ്വഭാവത്തിനുടമയാക്കി തങ്ങളെ മാറ്റുവാൻ യേശുക്രിസ്തു മതിയായ രക്ഷകനാണ്. അതുകൊണ്ട് ഞാൻ തകർന്നൊരു വ്യക്തിയാണ്, പാപം വിതച്ച ദുരന്തത്തിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട വ്യക്തിയായി പിടയുന്ന ഒരാളാണ്. എനിക്ക് ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശ്രീകോവിൽ ഈ നിസ്തുല്യ രക്ഷകനാകുന്ന ക്രിസ്തുവിന് വേണ്ടി തുറക്ക്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യാവതാരം സ്വീകരിച്ച് മാനവാകാരം സ്വീകരിച്ച് ഈ ലോകത്തിൽ വന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു കുറ്റവാളിയെ പോലെ കാൽവറിയുടെ കുലമരത്തിൽ അവൻ അവസാനത്തുള്ളി ചോര ഊറ്റി പിടഞ്ഞു മരിച്ചത്. അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി പ്രതിഷ്ഠിക്കുക. ഞാൻ തകർന്നു പോയൊരു വ്യക്തിയാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ദയവായി നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പരസ്യ സ്ഥലത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. മുൻപോട്ട് വരുവാൻ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത പക്ഷം ഇരിക്കുന്ന ഇരിപ്പിൽ, കേൾക്കുന്ന കേൾവിയിൽ ഈ നിസ്തുല്യ രക്ഷകനാകുന്ന യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് അവന്റെ കാൽവറിയിലെ ദിവ്യബലിയിലൂടെ മുഴുവനാനവരാശിക്കും വിഭാവന ചെയ്ത ദിവ്യമാകുന്ന സ്വാതന്ത്ര്യം തികച്ചും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ ഹൃദയഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ച നല്ലവരായ കേൾവിക്കാരെ, വ്യാപാരി വ്യവസായികളെ, ഡ്രൈവേഴ്സ് സഹോദരങ്ങളെ, മറ്റ് യാത്രികരെ, ആയിരം കൃതജ്ഞതകളും സ്നേഹാഭിവാദനങ്ങളും സ്വാതന്ത്ര്യദിന ആശംസകളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അധിക ദേശവാസികളെ വളരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയഭാഷയിലുള്ള നന്ദിയും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു. വരുന്ന നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് അല്പനിമിഷം കൊണ്ട് എൻ്റെ സഹയാത്രികൻ വരച്ച് കാണിച്ചു. അത് വളരെ വ്യക്തവും സ്പഷ്ടവുമായി ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതെ, ഞാൻ അഭിമാനിക്കുന്നു. ഒരു ഭാരതീയ പൗരനായതിൽ, ഒരു ഇന്ത്യൻ പൗരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത് വളരെ അനിർവചനീയമായ ദിനമാണ്, നിമിഷമാണ്, മുഹൂർത്തമാണ്. ഈ സ്വാതന്ത്ര്യം ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ആത്മാഭിമാനത്തെ ഉയർത്തിക്കാട്ടുന്ന ഈ മനോഹര നിമിഷമാണ് ഈ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിലധികമായി ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്നിവിടെ വിരൽ ചൂട്ടപ്പെട്ടു. നിന്റെ ആത്മാവിന്റെ രക്ഷ ഒരുക്കമായോ, അത് ഉറപ്പാക്കിയോ എന്നുള്ളതിന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥപൂർണത വരുത്തട്ടെ, നിങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ അത് മുഖാന്തരമായി തീരുമെന്ന് തിരുവചനം ഓർപ്പിക്കുന്നല്ലോ. എന്റെ സഹപടൻ മനു ഓതറ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അധികം ദേശത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് കടന്നു വരാം. ഇല്ല എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്നതിന് മുൻപ് ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ വ്യക്തിപരമായോ പ്രാർത്ഥിക്കുവാൻ സന്നദ്ധമാണെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ മനു ഓതറയെ ക്ഷണിക്കും. പിതാവേ, തിരുസന്നിധിയിലേക്ക് നിങ്ങൾ ഒരുമിച്ചെടുത്ത് വരികയാണ്. ഇന്ന് പകൽ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഈ അധികം ദേശത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വ്യാപാരി വ്യവസായികളായി, ഡ്രൈവേഴ്സ് തൊഴിലാളികളായി, മറ്റ് യാത്രികരായി ഒക്കെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. സമൃദ്ധിയായുള്ള അനുഗ്രഹം സ്വർഗത്തിലെ ദൈവം നൽകിക്കൊടുക്കണം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ ദേശത്തെ ദൈവം വിടുവിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. കർത്തൃകരങ്ങളിൽ താഴുന്നു. പ്രാർത്ഥന ഘട്ടം കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ.